കാടുകളിലും സമുദ്രങ്ങളിലുമൊക്കെ പ്രകൃതി സൃഷ്ടിച്ച ചില ജീവികൾക്ക് ഒരു വിചിത്രമായ പ്രത്യേകതയുണ്ട്. അവ പൂർണ്ണമായും വെള്ള നിറത്തിലാണ്. പക്ഷെ ഇത് സാധാരണ നിറമല്ല, അപൂർവമായ ജനറ്റിക് മാറ്റങ്ങളുടെ ഫലമാണ്. ചിലത് ലോകത്ത് വിരലിലെണ്ണാവുന്നത്ര മാത്രമേയുള്ളൂ. അത്തരത്തിലുള്ള 10 അപൂർവ വെള്ളമൃഗങ്ങളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. അവസാനത്തേത് നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. 10. ദ വൈറ്റ് ലയൺ. ദക്ഷിണാഫ്രിക്കയിലെ തിംബാവാദി മേഖലയിൽ നക്ഷത്രങ്ങളിൽ നിന്ന് വന്ന സിംഹങ്ങളാണിവയെന്നും ഭൂമിയിലേക്കൊരു അടയാളമായി അയച്ചതാണെന്നുമാണ് നാട്ടുകാരുടെ കഥകളിൽ പറഞ്ഞിരുന്നത്. പിന്നീട് ശാസ്ത്രജ്ഞർ ഇതൊരു അപൂർവ ജനറ്റിക് മാറ്റമാണെന്ന് വിശദീകരിച്ചു. എങ്കിലും ആ നിഗൂഢത മാഞ്ഞുപോയില്ല. കഥകളിൽ നിന്ന് അത് ശാസ്ത്രത്തിലേക്ക് മാറി എന്നു മാത്രം. വെളുത്ത സിംഹങ്ങൾ ആൽബിനോ അല്ല, അച്ഛനമ്മമാർ രണ്ടുപേരിലുമുള്ള ഒരു നിഷ്ക്രിയ ജീൻ അഥവാ റിസസീവ് ജീൻ വഴിയാണ് ഇവയ്ക്ക് ഈ വെളുത്ത രോമം കിട്ടുന്നത്. കാട്ടിൽ ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സംരക്ഷിത പ്രദേശങ്ങൾക്ക് പുറത്ത് ഇവയ്ക്ക് അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് യഥാർത്ഥ കാട്ടിൽ വളരെ കുറച്ച് വെളുത്ത സിംഹങ്ങൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ആ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്നു. 9. ദ സ്പിരിറ്റ് ബെയർ. ബ്രിട്ടീഷ് കൊളംബിയയുടെ തീരങ്ങളിൽ പ്രാദേശിക ഗോത്രവിഭാഗങ്ങൾ ഈ മൃഗത്തെ വെളുത്ത കരടി എന്ന് വിളിക്കുകയും പവിത്രമായി കരുതുകയും ചെയ്യുന്നു. ഇതൊരു ധ്രുവക്കരടിയോ ആൽബിനോയോ അല്ല. കറുത്ത കരടികളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ജനറ്റിക് വ്യതിയാനം കാരണം രോമങ്ങൾക്ക് ക്രീം നിറം വരുന്നതാണ്. വേട്ടക്കാർ ലക്ഷ്യമിടുമെന്ന് ഭയന്ന് നാട്ടുകാർ ഇതിന്റെ കാര്യം തലമുറകളോളം പുറം ലോകത്തു നിന്നും മറച്ചുവെച്ചു. ഇതിന്റെ കൃത്യമായ എണ്ണത്തിൽ ഗവേഷകർക്ക് ഇപ്പോഴും വ്യക്തതയില്ല. 100 കണക്കിനു മുതൽ 1000-ൽ താഴെ വരെ ആകാമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ എല്ലാവരും ഒരു കാര്യത്തിൽ യോജിക്കുന്നു: ഭൂമിയിലെ അവസാനത്തെ തൊട്ടു തീണ്ടാത്ത മഴക്കാടുകളിലൊന്നിൽ മാത്രമേ ഇത് ജീവിക്കുന്നുള്ളൂ. 8. ദ വൈറ്റ് പീകോക്ക്. ഒറ്റ നോട്ടത്തിൽ ഒരു സ്വപ്നത്തിൽ കണ്ടതുപോലെ അവിശ്വസനീയമായി തോന്നും. വെളുത്ത മയിൽ ഒരു പ്രത്യേക വർഗമല്ല. ലൂസിസം കാരണം സാധാരണ മയിലുകളിൽ ഉണ്ടാകുന്ന ഒരു ജനറ്റിക് മാറ്റമാണിത്. ഇതിന്റെ പീലകളിൽ നിറങ്ങളില്ല. എങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ആ കണ്ണിന്റെ ആകൃതിയിലുള്ള പാറ്റേൺസ് ഒരു നിഴലുപോലെ കാണാൻ സാധിക്കും. കാട്ടിൽ ഈ വെളുത്ത നിറം കാരണം ഇരപിടിയന്മാരിൽ നിന്ന് ഒളിച്ചിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവയിൽ ഭൂരിഭാഗവും സംരക്ഷിത കേന്ദ്രങ്ങളിൽ മാത്രം ജീവിക്കുന്നത്. 7. ദി ആൽബിനോ ആലിഗേറ്റർ. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി പേടിപ്പെടുത്തുന്നതാകുന്നു. ആൽബിനോ മുതലകൾ അത്രയ്ക്കും അപൂർവമാണ്. ലോകത്താകെ 200-ൽ താഴെ മാത്രമേ ഇവയുള്ളൂ എന്നാണ് കണക്കുകൾ. കാട്ടിൽ ഇവ അതിജീവിക്കുന്നത് അപൂർവവുമാണ്. ഇവയുടെ വെളുത്ത ചർമ്മം കാണാൻ ഭംഗിയുള്ളതാണെങ്കിലും ജീവന് തന്നെ അപകടമാണ്. നിറമില്ലാത്തതിനാൽ വെയിലടിക്കുന്നത് ഇവയ്ക്ക് താങ്ങാൻ കഴിയില്ല. കൂടാതെ ഒളിച്ചിരിക്കാനും കഴിയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്നവയിൽ ഭൂരിഭാഗവും വെയിലിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് പാർക്കുകളിലോ സാങ്ച്വറികളിലോ ആണ് ജീവിക്കുന്നത്. 6. ദ വൈറ്റ് ജിറാഫ്. 2016-ൽ കെനിയയിലെ ഫോറസ്റ്റ് ഗാർഡുകൾ ഒരു വെളുത്ത അമ്മ ജിറാഫിനെയും കുഞ്ഞിനെയും കണ്ടെത്തി. അടുത്ത വർഷം അവയുടെ വീഡിയോ ലോകമെമ്പാടും വൈറലായി. ദാരുണമായി 2020 മാർച്ച് മാസം വേട്ടക്കാർ ആ അമ്മയെയും കുഞ്ഞിനെയും കൊന്നു. അതോടെ കാട്ടിൽ ഒരൊറ്റ വെളുത്ത ജിറാഫ് മാത്രമായി ബാക്കിയായത്. ആ ആൺ ജിറാഫിനെ സംരക്ഷിക്കുന്നതിനായി പിന്നീട് GPS ട്രാക്കർ ഘടിപ്പിച്ചു. ഈ കഥ അപൂർവതയെക്കുറിച്ച് മാത്രമല്ല, ഈ ജീവികൾ എത്രത്തോളം അപകടത്തിലാണെന്ന് മുന്നറിയിപ്പ് കൂടിയാണ്. 5. ദ വൈറ്റ് കാംഗറു. വളരെ അപൂർവവും കാണാൻ പ്രത്യേക ഭംഗിയുമുള്ള വെളുത്ത കങ്കാരുക്കൾ ഉണ്ടാകുന്നത് ലൂസിസം കാരണമാണ്. ഇവയുടെ രോമങ്ങൾക്ക് നിറമുണ്ടാകില്ല, എങ്കിലും കണ്ണുകൾക്ക് കറുത്ത നിറമായിരിക്കും. ഓസ്ട്രേലിയയിൽ കങ്കാരുക്കൾ വളരെ സാധാരണമാണെങ്കിലും വെളുത്ത കങ്കാരുവിനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ധാരാളം ആളുകൾ അവിടെയുണ്ട്. 4. ദ വൈറ്റ് ഓർക്ക. ഇന്ന് ഐസ്ബർഗ് എന്നു പേരുള്ള ഈ ഭീമൻ വെളുത്ത കില്ലർ തിമിംഗലത്തെ 2010-ൽ റഷ്യൻ തീരത്താണ് ആദ്യമായി കണ്ടത്. ശാസ്ത്രജ്ഞർ അത്ഭുതപ്പെട്ടുപോയി. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വെളുത്ത ഓർക്കയെ ഇതിനു മുമ്പ് ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടില്ല. ഐസ്ബർഗിന് എത്ര വയസ്സുണ്ടോ അത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ശാസ്ത്രജ്ഞർക്ക് കൃത്യമായി അറിയില്ല. അതിതിന്റെ അപൂർവതയ്ക്ക് മാറ്റുകൂട്ടുന്നു. 3. ദ വൈറ്റ് റൈനോ റീഇമാജിൻഡ്. പേരിലുണ്ടെങ്കിലും വെളുത്ത കാണ്ടാമൃഗങ്ങൾ ശരിക്കും വെളുത്ത നിറമുള്ളവയല്ല. അഫ്രിക്കാൻസ് ഭാഷയിലെ വൈഡ് എന്ന വാക്ക് തെറ്റായി തർജ്ജമ ചെയ്തതിൽ നിന്നാണ് ഈ പേര് വന്നത്. അത് അതിൻ്റെ വായുടെ ആകൃതിയെക്കുറിച്ചാണ് പറയുന്നത്, നിറത്തെക്കുറിച്ചല്ല. എന്നാൽ യഥാർത്ഥ പ്രതിസന്ധി മറ്റൊരു കാണ്ടാമൃഗത്തിൻ്റെ കഥയിലാണ്.
നോർത്തേൺ വൈറ്റ് റൈനോ എന്ന വിഭാഗം വേട്ടയാടൽ കാരണം വംശനാശത്തിന്റെ വക്കിലാണ്. ഇന്ന് 2 എണ്ണം മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. 2ഉം പെണ്ണുകളാണ്. അവയെ സദാസമയവും സെക്യൂരിറ്റി ജീവനക്കാർ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് വന്യജീവി സംരക്ഷണത്തിലെ ഏറ്റവും സങ്കടകരമായ കഥകളിലൊന്നാണ്. 2. ദ വൈറ്റ് ഹംപ് ബാക്ക് വെയിൽ. മിഗാലു എന്ന് വിളിക്കുന്ന ഈ തിമിംഗലം പൂർണ്ണമായും ആൽബിനോ ആണെന്ന് 2011 DNA ടെസ്റ്റിൽ സ്ഥിരീകരിച്ചു. രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേയൊരു വെളുത്ത ഹംപ് ബാക്ക് തിമിംഗലങ്ങളിൽ ഒന്നാണിത്. 1991 ഓസ്ട്രേലിയൻ തീരത്താണ് ഇത് ആദ്യമായി കണ്ടത്. വർഷങ്ങളോളം ശാസ്ത്രജ്ഞർ ഇതിനെ ട്രാക്ക് ചെയ്തിരുന്നു. 2020 ഇതിനെ അവസാനമായി കണ്ടത്. 2022 ഒരു വെളുത്ത തിമിംഗലത്തിന്റെ മൃതദേഹം കരയ്ക്കടിഞ്ഞപ്പോൾ അത് മിഗാലു ആയിരിക്കുമെന്ന് പലരും ഭയന്നെങ്കിലും അതൊരു പെണ്ണ് തിമിംഗലമാണെന്ന് തെളിഞ്ഞു. തിമിംഗലങ്ങളെ വർഷങ്ങളോളം കാണാതിരിക്കുന്നത് സാധാരണമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അതുകൊണ്ട് മിഗാലുവിന്റെ കഥ ഇനിയും തീർന്നിട്ടില്ല. 1. ദ വൈറ്റ് ടൈഗർ. അവസാനമായി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അപൂർവ മൃഗം. വെളുത്ത കടുവകൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രത്യേക വർഗമല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന മിക്ക വെളുത്ത കടുവകളും 1951 ഇന്ത്യയിൽ നിന്ന് പിടിക്കപ്പെട്ട മോഹൻ എന്ന ഒറ്റ കടുവയിൽ നിന്നുണ്ടായവയാണ്. ഈ വെളുത്ത നിറം നിലനിർത്താൻ പിന്നീട് ഇവയെ തമ്മിൽ തന്നെ ഇണചേർക്കുകയായിരുന്നു, ഇൻബ്രീഡിംഗ്. ഇത് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി. അവയുടെ ഭംഗിക്ക് പിന്നിൽ വന്യജീവി സംരക്ഷണത്തിലെ ഏറ്റവും വിവാദപരമായ ഒരു കഥയുണ്ട്. ഈ 10 മൃഗങ്ങളും നമ്മെ ഒരു വലിയ കാര്യം ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി എപ്പോഴും സ്വന്തം നിയമങ്ങൾ പാലിക്കണമെന്നില്ല. എന്നാൽ അത് തെറ്റിക്കുമ്പോൾ വളരെ അത്ഭുതകരവും ചിലപ്പോൾ സങ്കടകരവുമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. അപൂർവത എന്നത് വെറുമൊരു ഭംഗി മാത്രമല്ല, അതൊരു വലിയ അപകടവും കൂടിയാണ്. ഈ ജീവികളിൽ ഓരോന്നും വംശനാശത്തിന്റെ അരികിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ പ്രകൃതിയിൽ അസാധാരണമെന്ന് തോന്നുന്ന എന്തെങ്കിലും കണ്ടാൽ ഓർക്കുക, അത് അസാധാരണമായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ടതും. പ്രകൃതിയുടെ ഈ അപൂർവ രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഇനിയും കണ്ടുപിടിക്കപ്പെടാതെ മറഞ്ഞിരിക്കുന്ന എന്തൊക്കെ അത്ഭുതങ്ങൾ പുറത്തുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതുപോലെ പ്രകൃതിയിലെ അപൂർവ രഹസ്യങ്ങൾ ഇനിയും അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം അടുത്തത് ഇതിലും ഞെട്ടിക്കുന്നതായിരിക്കും.